1983-ൽ ഇറാന്റെ എണ്ണസമ്പത്ത് ദേശസാൽക്കരിച്ച ജനകീയനായ ഭരണാധികാരിയെ വിദേശ ചാരസംഘടനകൾ അട്ടിമറിച്ചതോടെയാണ് ഈ പകയുടെ തുടക്കം. പിന്നീട് വന്ന രാജഭരണകൂടം അമേരിക്കയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ജനകീയ താൽപര്യങ്ങൾ അവഗണിച്ച വിദേശ നയങ്ങൾ നടപ്പിലാക്കിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. തെഹ്റാനിലെ അമേരിക്കൻ എംബസി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പിടിച്ചെടുക്കുകയും ഉദ്യോഗസ്ഥരെ തടവിലാക്കുകയും ചെയ്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തകർത്തു. 80കളിൽ നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക എതിർപക്ഷത്തെ പിന്തുണച്ചത് ഇറാന്റെ ശത്രുത വർദ്ധിപ്പിച്ചു. ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തളയ്ക്കാൻ അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇത് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. 2020-ൽ ഇറാന്റെ പ്രമുഖ സൈനിക തലവൻ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം സംഘർഷം പുതിയ തലത്തിലെത്തിച്ചു. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണിതെന്നായിരുന്നു അവരുടെ വാദം. മിഡിൽ ഈസ്റ്റിലെ അധികാരം ആർക്ക് എന്ന പോരാട്ടമാണ് മറ്റൊരു കാരണം. ഇറാന്റെ വളർച്ച തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്ക കരുതുന്നു. ലോക സമാധാനത്തെ ബാധിക്കുന്ന ഈ സംഘർഷം ഇന്നും തുടരുകയാണ്. ഈതരം ലോകചരിത്രങ്ങൾ കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.